സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി ഏറി വരുന്നതും ജനങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നതും. ഞാനൊരു കാലത്ത് മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകനായിരുന്നു. ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ, അതായത് MSFന്റെ ഒരു മെമ്പർഷിപ്പ് എടുക്കുകയും 8ലും 9ലും 10ാം ക്ലാസ്സിലും ഞാൻ MSFന്റെ സ്ഥാനാർത്ഥിയായി ക്ലാസ്സിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. തുടർന്ന് ഇങ്ങോട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെയും MSFന്റെയും മുസ്ലിം ലീഗിന്റെയും സജീവ പ്രവർത്തകനായി ഞാൻ മുന്നോട്ട് പോന്നു. പക്ഷെ കാലങ്ങൾ കടന്നുപോയപ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തമായി. ഏതൊരു ലക്ഷ്യം വെച്ചാണോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിച്ചത്, എന്ത് ലക്ഷ്യമാണോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിച്ചപ്പോൾ അതിന്റെ നേതാക്കന്മാർ ഉദ്ദേശിച്ചത്, 1948 മാർച്ച് മാസം 10ാം തീയതി മദുരാശിയിലെ രാജാജി ഹാളിൽ വെച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിച്ച മഹാനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും മഹാനായ സീതി സാഹിബിനും ഉണ്ടായിരുന്ന ലക്ഷ്യം എന്തായിരുന്നുവോ, ആ ലക്ഷ്യത്തിന്റെ വഴിമാറി മുസ്ലിം ലീഗ് സഞ്ചരിക്കാൻ തുടങ്ങി. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിന്റെ കാലഘട്ടം കഴിഞ്ഞു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലേക്ക് കുറെ കച്ചവട നേതാക്കന്മാർ, വ്യവസായ പ്രമുഖർ കച്ചവട താൽപര്യങ്ങൾ മാത്രം മുൻനിർത്തി കടന്നു വന്നപ്പോൾ ലീഗിന്റെ ലക്ഷ്യങ്ങളിൽ നിന്നും മുസ്ലിം ലീഗ് പിന്മാറുവാൻ തുടങ്ങി. ആ മുസ്ലിം ലീഗിന്റെ പിന്മാറ്റത്തിന്റെ പരിണതിയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നാം കേട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവന. ബാബരി 400 വർഷക്കാലം മുസ്ലിം സമുദായം ആരാധിച്ച ഒരു ആരാധനാലയം. ആ ആരാധനാലയം സർവ്വ നിയമങ്ങളെയും കാറ്റിപ്പറത്തിക്കൊണ്ട് ഒരു നേരിന്റെ ഒരു ആവശ്യം പോലുമില്ലാതെ തച്ചു തകർത്തുകൊണ്ട് അതിന്റെ മുകളിൽ പണിതുയർത്തിയ ഒരു രാമക്ഷേത്രം, അത് ഈ രാജ്യത്തെ മതസൗഹാർദ്ദത്തിന്റെയും ബഹുസ്വരതയുടെയും ഉദാഹരണമാണെന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് വന്ന ഒരു മുസ്ലിം ലീഗ്, ഇത്രയും മതം പതിച്ച ഒരു സമുദായ സംഘടന, ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളോട് ഞാൻ പറയുന്നു, ഞാനൊക്കെ നേരത്തെ പടിയടച്ച് കടന്നുപോകുന്ന വ്യക്തികളാണ്. ഇപ്പോഴും ഇതുപോലുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾ ഇരുന്ന് ചിന്തിക്കുക, എന്തിനാണ് ഈ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നത്, എന്താണ് ഈ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യം, എന്താണ് ഇവർ ലക്ഷ്യമിടുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. 1992 ബാബരി മസ്ജിദ് തകർത്തതിനു ശേഷം മുസ്ലിം ലീഗിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. കാരണം എന്താണ്? ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം രാജീവ് ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതിനു ശേഷം അടച്ചിട്ടിരുന്ന ബാബരി മസ്ജിദിന്റെ മുറ്റത്തേക്ക് ഈ സംഘ് പരിവാർ ഭീകരവാദികളെ കടത്തിവിടുകയും അവിടെ രാമക്ഷേത്രത്തിന്റെ അടിസ്ഥാന ശില സ്ഥാപിക്കുവാനുള്ള അവകാശം നൽകുകയും ചെയ്തു. പക്ഷേ ഈ ഇന്ത്യയിൽ മുസ്ലിം ലീഗിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മഹാനായിരുന്ന ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ്, അദ്ദേഹം ഉത്തരേന്ത്യയിലെ ഒരുപറ്റം